യെശയ്യാവ് 40-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ വചനം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ബലം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം, ക്ഷീണിച്ചിരിക്കുന്ന മക്കൾക്ക് ശക്തിയെ കൊടുക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അനേകം മക്കൾ ഈ നാളുകളിൽ ക്ഷീണിച്ചു പോയി, പ്രതികൂലത്തോടെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ല ശക്തിയെ കൊണ്ട് നിറയ്ക്കുന്നവൻ. ബലമില്ലാതെ ഇരിക്കുന്ന മക്കൾക്ക് ബലത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ഈ ജനുവരി 1 മുതൽ ഈ വർഷം അവസാനം വരെ ഈ വചനം നമ്മെ ബലപ്പെടുത്തുന്ന വചനമായിരിക്കും. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ഇവിടെ പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറിപ്പോകും. അനേക യൗവന കാലത്തിൽ നമുക്ക് ശക്തിയുണ്ട്, ബലമുണ്ട്. യൗവനം എന്ന് പറയുമ്പോൾ വളരെയധികം ശക്തിയുള്ള ഒരു സമയം. അവരും വിഴുന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതേസമയം ദൈവത്തെ ആശ്രയിക്കുന്നവർ പൈതൽ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ! ദൈവത്തെ ആശ്രയിക്കുന്ന പൈതൽ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, യൗവനക്കാർ വീഴ്ന്നു പോകും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, ജോലി ചെയ്യുന്നവരൊക്കെ തളർന്നു പോകും. എന്നാലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. ഹല്ലേലൂയ! അപ്പോ കഴുകനെ പോലെ ഈ വരുന്ന വർഷം, ഈ 2024 കഴുകനെ പോലെ ചിറകടിച്ച് അത് കയറുന്ന ഒരു വർഷമായി ദൈവം നമ്മെ മാറ്റും. യഹോവയെ ഭയപ്പെടണം, യഹോവയുടെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ! അപ്പോ യഹോവയെ കാത്തിരിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് ശക്തിയെ പുതുക്കി നൽകുന്നു. അതെ, ദൈവം നമ്മെ ബലപ്പെടുത്തും. അപ്പൊ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ കഴിയും. ചെറിയ ലെവലിൽ പറക്കും, കഴുകൻ പറന്ന് ഉയരും. അതുപോലെ ഈ 2024 ദൈവം നമ്മെ കഴുകനെ പോലെ പറത്തും. ഹല്ലേലൂയ! ചിറകടിച്ചുയരുവാനായി ദൈവം കൃപ ചെയ്യും. അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവ ഇരിക്കുന്നവർ, അതായത് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ നാം തളർന്നു പോകുകയില്ല, നാം ക്ഷീണിച്ചു പോകുകയില്ല, ഓടും. ഹല്ലേലൂയ! നമ്മൾ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ! അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലത്തെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പുതിയ വർഷത്തിന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ദൈവം, എല്ലാവിധ നന്മകളാൽ ഈ വർഷം നിറയപ്പെട്ട് നീ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ നാളുകളിൽ ദേശത്തിൽ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അനേകം ജാതികൾ മധ്യയിൽ ദൈവത്തിന്റെ സാക്ഷിയായി ഇരുപ്പാൻ നീ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. യഹോവയ്ക്കായി കാത്തിരിക്കുവാൻ, യഹോവയിൽ നിന്ന് ബലത്തെ പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ നീ കൃപ ചെയ്തതിനായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും നീ ബലപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.